വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എക്സാം സീരീസിലെ തേർഡ് ഓർ ഫോർത്ത് എപ്പിസോഡ് എന്നാണ്. നമ്മൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സയൻസ് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ബയോളജി. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും ബിഗ് താങ്ക് യു. കാരണം ഡേ ബൈ ഡേ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ലൈക്സും കമൻസും ഒക്കെ വായിക്കാറുണ്ട്, മാക്സിമം കമൻസിന് റിപ്ലൈ തരാറുണ്ട്. പിന്നെന്താ, ഞാനിപ്പോൾ ഇതിലിപ്പോൾ ഒരു എക്സാം സീരീസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിലിപ്പോൾ ഒരു 30 വ്യൂസാണ് കിട്ടണമെങ്കിൽ പോലും ആ 30 പേർക്ക് അത് ഉപകാരപ്പെട്ടല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ഞാനത് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളങ്ങനെ ഒരു എഫേർട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ തന്നെ എണീറ്റ് നോക്കുമ്പോൾ ഡേ ബൈ ഡേ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാനൊക്കെ. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, നല്ല യൂസ്ഫുൾ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ കണ്ടൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ സയൻസ് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഓരോന്ന് വെച്ച് പറയാം. ഫസ്റ്റ് കെമിസ്ട്രി പറയാം. സോ കെമിസ്ട്രിയിൽ ഈ 3 സയൻസ് സബ്ജക്ട്സും ഇപ്പോൾ ഞാൻ പ്ലസ് 2 വെച്ചാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഭയങ്കര സിമ്പിളാണ് നമ്മുടെ 10th എന്താ പറയുക സയൻസ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പ്ലസ് 1 എത്തിയോണ്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു വർഷം കഴിയാറായല്ലോ, അപ്പോൾ എനിക്ക് നല്ലോണം അത് അറിയാൻ പറ്റും. 10 എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര എന്താ പറയുക, ഒരു പ്ലസ് 1 ഒരു നമ്മൾ 10 പഠിച്ചതിൻ്റെ ഒരു 2 ഇരട്ടി 3 ഇരട്ടി ഉണ്ട് പ്ലസ് 1 പഠിക്കാം. ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 10th എന്ന് പറയുമ്പോൾ നമുക്ക് ഡെറിവേഷൻസ് ഒന്നും അധികം ഇല്ല, ഭയങ്കര ഈസിയാണ് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 10th ഇത് പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഇപ്പോൾ ലോസ് ഒക്കെ ഉണ്ടല്ലോ, കെമിസ്ട്രിയുടെ കേസിലാണെങ്കിൽ ഓരോ ലോ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് പഠിക്കുക. അത് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇപ്രാവശ്യത്തെ SSLCക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ കെമിസ്ട്രിയുടെ കേസിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉള്ളത് ലോ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ചില ക്വസ്റ്റ്യൻസ്, അതായത് സിറ്റുവേഷൻസ് വന്നിട്ട് അത് അത് സാധാരണ നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് ഏത് ലോ ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരും. ഒരു സിറ്റുവേഷൻ തന്നിട്ട് അവിടെ ഏത് ലോ ആണ് അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ ആ ലോയുടെ കോൺസെപ്റ്റ് കാണാപ്പാടം പഠിച്ചിരുന്നിട്ട് കാര്യമില്ല, ലോയിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ കോൺസെപ്റ്റ് ബൈ കോൺസെപ്റ്റ് പഠിച്ചാലാണ് ഇപ്പോൾ നമ്മൾ കെമിസ്ട്രിക്കും ഫിസിക്സിനൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യണം. നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് താഴെ ലൈനായിരിക്കും. ചിലവരൊക്കെ സ്കിപ്പ് ചെയ്യും, പക്ഷെ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. അവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് എക്സാമിന് അത് ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 10th തോന്നുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്, അങ്ങനത്തെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതേപോലെ ഫിഗേഴ്സൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക. പിന്നെ ഓരോന്ന് അത് 10th കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ഇലക്ട്രോലൈസിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിഗേഴ്സ് നമുക്ക് ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽ ഇപ്പോൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഉണ്ട്. അതായത് സെല്ലും സാധനങ്ങളൊക്കെ തന്നിട്ട് നമുക്ക് സർക്യൂട്ട് പോലെ കൺസ്ട്രക്ട് ചെയ്യാൻ അതൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ മെയിനായിട്ട് നിങ്ങളിപ്പോൾ 10th നോക്കേണ്ട PYQ ആണ്. ഞാനിപ്പോൾ എല്ലാ എക്സാം സീരീസിലും കോമൺ വീഡിയോയിലും ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ കോമൺ വീഡിയോക്ക്, അതായത് SSLC എഫക്റ്റീവ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോക്ക് നല്ല രീതിയിൽ യൂസ് ഉണ്ട്. കുറേ പേർക്ക് അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് കിട്ടാത്തവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. സോ എന്തായാലും യൂസ്ഫുള്ളാണ്. ഇനി ബാക്ക് ടു വാട്ട് വി ആർ സെയിങ്. അപ്പോൾ ഫിസിക്സിലൊക്കെ ഇതേപോലെ ഫിഗേഴ്സൊക്കെ ഉണ്ടാകും, അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക. പിന്നെ ആ PYQ നല്ലോണം ചെയ്യുക. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വീഡിയോസിലും ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അത് ആ PYQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ്, ആ ബേസ് എങ്ങനെയാണോ അത് അതേപോലെ തന്നെ വരുള്ളൂ. അതായത് ഒരുപാട് PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ PYQ ചെയ്യുന്ന സമയത്ത് മെയിൻ എക്സാമിന് മാത്രമല്ല മോഡലിൻ്റെയും ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക, അതൊക്കെ യൂസ്ഫുൾ ആവും. പിന്നെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് പഠിക്കുക, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മളൊന്നും കുറേ പേരൊന്നും ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ നോക്കാറേ ഇല്ല, ആൻസർ നോക്കാറേ ഇല്ല. പക്ഷേ അതിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതും നോട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ കെമിസ്ട്രിയിലേക്ക് എത്ര പറയാനുള്ളൂ. അതായത് ഇതേപോലെ ഡയഗ്രാംസ്, റിയാക്ഷൻസ് നോക്കി വെക്കാം. പിന്നെ അതിന് ഫിഗേഴ്സ് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യാൻ വരുമ്പോൾ അത് നോക്കി വെക്കാം. പിന്നെ ലോസ് നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് കെമിസ്ട്രിയിലുള്ളൂ. പിന്നെ ഫിസിക്സിൻ്റെ കേസിൽ വരാണെങ്കിൽ സെയിം കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് ഫിസിക്സിൽ പ്രോബ്ലംസ് ആണ് പ്രശ്നം. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് തന്നെ ചെയ്ത് പഠിക്കുക. അതായത് ലെറ്റർ SSലുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈപ്പൊക്കെ എന്തായാലും വരുള്ളൂ. അപ്പോൾ അത് ചെയ്ത് പഠിക്കുക. പിന്നെ ഇതേപോലെ PYQs ചെയ്യുക. അതുപോലെ സെൽഫ് കൺസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ എങ്ങനെ വരണം എന്നൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അതും ഇതേപോലെ തിയറി ബേസ് ചെയ്തിട്ടൊക്കെ ആണ് ചോദിക്കാറ്. അപ്പോൾ ആ തിയറി നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഫിസിക്സിൽ ഇതേപോലെ തന്നെ ലോസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതേപോലെ എക്സാമ്പിൾസ്, അതായത് ഈ സിറ്റുവേഷൻ തന്നിട്ട് അവിടെ ഏത് ലോ ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അതും ഇതേപോലെ ഫിസിക്സിൻ്റെ കേസിലും വരാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ നോക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാണ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ ഞാനിപ്പോൾ അതിൽ ഇമ്പ്രൂവ് ചെയ്ത് കുറേ ഇതായാലും PYQs ചെയ്ത് പഠിച്ചിട്ടാണ്. അതായത് പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവും ആ പോർഷൻസിൽ നിങ്ങൾ എന്തൊക്കെ മിസ് ഔട്ട് ചെയ്തു, എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, എത്രയൊക്കെ നിങ്ങൾ ശരിക്കും കവർ ചെയ്തു എന്നൊക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഐഡിയാസ് നമുക്ക് കിട്ടും, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത്രയൊക്കെയാണ് ഫിസിക്സിലൊക്കെ ഉള്ളൂ. മെയിനായിട്ട് എല്ലാ കോൺസെപ്റ്റ്സ് പഠിച്ച് തന്നെ വെക്കുക.
ലോസൊക്കെ മാക്സിമം എന്ന് വെച്ചാൽ അധികം തെറ്റിക്കാതെ അതും അധികം ഓൺവേർഡ്സിൽ എഴുതാനുള്ള റിസ്ക് നിങ്ങൾ എടുക്കേണ്ട. ആ ലോ അങ്ങനെ തന്നെ പഠിക്കണതാണ് നല്ലത്. കാരണം ചില സ്കൂളിലൊക്കെ പറയാറുണ്ട്, അതായത് ലോസ് നമ്മൾ മാറ്റി എഴുതരുത് എന്നൊക്കെ പറയാറുണ്ട്. അതായത് അത് ഒരു ലോ ആണ്, നമ്മുടെ ആയിട്ട് രീതിയിൽ അത് എഴുതാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. സോ അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു പോവാം. പിന്നെ ബയോളജിയുടെ കേസിലാണെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബയോളജി ഞങ്ങൾക്ക് എടുത്ത മിസ് എന്ന് പറഞ്ഞാൽ ഡെയിലി വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കലും റിവിഷനും 5-6 പ്രാവശ്യം തന്നെ റിവിഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കേസിൽ ബയോളജി ടെക്സ്റ്റ് തന്നെ കാണാപ്പാടമായിരുന്നു. ഓരോ പോർഷനിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻസാണ് വരാൻ നമുക്കറിയാം. ഇപ്പോൾ ഒരു ചില ക്വസ്റ്റ്യൻസ് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ വരുമെന്ന് നമുക്ക് എന്താ പറയുക ഊഹിക്കുക പോലില്ല. ഫോർ എക്സാമ്പിൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷനുണ്ട്. അത് ഭയങ്കര ചെറിയ പോർഷനാണ്, പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതേപോലെ തന്നെ ഐ ഡിസീസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മെയിനായിട്ട് അങ്ങനത്തെ ഡിസീസസ് ഒക്കെ നോട്ട് ചെയ്ത് പോകാം. പിന്നെ ഒരുപാട് ഫിഗേഴ്സ്, എല്ലാ ഫിഗേഴ്സും നോക്കിപ്പോവാം. ബയോളജിയിൽ അതെന്തായാലും ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 10 ഞാൻ ഓർക്കേണ്ട മോഡലിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഏതൊരു വെയിൻ ബേസ് ചെയ്ത് എന്നുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ നമ്മൾ നല്ലോണം വായിച്ചാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ വേറെ എന്തൊരു ഓർഗൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ പാർട്സ്. അപ്പം അതായത് നമ്മുടെ ബ്രെയിന് ഇൻവോളണ്ടറി മസിൽസ്, വോളണ്ടറി മസിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പം അത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ അത് എന്താ പറയുക, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വേറൊരു പാർട്ട് ഓഫ് ദ ബ്രെയിനായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ പോകാം. പക്ഷെ അത് നല്ലോണം ആ ക്വസ്റ്റ്യൻ ഒന്ന് വൃത്തിക്കൊന്ന് വായിച്ചാലാണ് നമുക്ക് അവിടെ ആ ട്വിസ്റ്റ് മനസ്സിലാവുള്ളൂ. ശരിക്കും ഭയങ്കര ഇൻഡയറക്റ്റ് അല്ല, പക്ഷേ ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് വായിക്കണം. നമ്മൾ പെട്ടെന്ന് ഇത് പറയാം എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് കാര്യമില്ല. ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കാം. ഇപ്രാവശ്യം എന്തായാലും ഈ വർഷം ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. കാരണം ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ക്വസ്റ്റ്യൻസൊക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്ത് തന്നെ പോവാം. പിന്നെ ബയോളജിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഡയഗ്രാംസ് നോക്കുക. പിന്നെ ടെക്സ്റ്റ് നല്ലോണം വായിക്കുക, ലൈൻ ബൈ ലൈൻ തന്നെ വായിക്കുക. അതിപ്പോൾ നിങ്ങൾ +1 എത്തി കഴിഞ്ഞാലും ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എന്തായാലും നല്ലോണം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ പറഞ്ഞില്ല 10ലൊക്കെ ടെക്സ്റ്റ് നല്ലപോലെ ഏത് പോർഷനിൽ നിന്ന് ഏതൊക്കെ വരാമെന്നൊക്കെ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആണ്. സോ അതൊരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഫിഗേഴ്സും നോക്കുക. പിന്നെ ഇതേപോലെ ലെറ്റസസ് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, ഇതുപോലെ ഡിസീസസ് കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇത്രയൊക്കെയുള്ളൂ സയൻസ് വിഷയങ്ങളെക്കുറിച്ച് പറയാനായിട്ട്. മെയിനായിട്ട് സയൻസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ PYQs ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ ഒരുപാട് ഇങ്ങനെ PYQs ചെയ്ത് തന്നെ നോട്ട് ചെയ്ത് പോകുക. അതെന്തായാലും യൂസ്ഫുൾ, എന്തായാലും വേസ്റ്റ് ആവില്ല. നിങ്ങൾ നല്ല പോർഷൻസൊക്കെ തീർത്തതിന് ശേഷം PYQs കുറേ ചെയ്ത് നോക്കാം, എന്തായാലും യൂസ്ഫുള്ളാണ്. പിന്നെ അതിൽ കോമൺ ആയിട്ട് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് അല്ല, സയൻസ് എല്ലാ വിഷയങ്ങളും പിന്നെ സയൻസിലെല്ലാം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ അത് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് പോകുക. അതായത് അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിട്ടും എന്നാണെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതായത് SSLCക്ക് വരുന്ന എല്ലാ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് പോകാം, അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു മാർക്കാണെങ്കിൽ ആ മാർക്സൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം നോട്ട് ചെയ്തിട്ട് പോകാം. പിന്നെ യൂണിറ്റ്സ്, ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഓരോ ഇതിൻ്റെ യൂണിറ്റ്, കെമിസ്ട്രിയിലാണെങ്കിൽ യൂണിറ്റൊക്കെ നോക്കി പോകാം. കാരണം ചില സമയത്ത് യൂണിറ്റ് മാർക്ക് കുറയ്ക്കാറുണ്ട്. ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ആൻസർ ഇടുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എഴുതണമല്ലോ. അപ്പോൾ യൂണിറ്റ് ചെയ്തില്ലെങ്കിൽ മാർക്ക് ചിലർക്ക് കുറയ്ക്കാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ SSLC കൂടുതലും അങ്ങനെ ഭയങ്കര പിടിച്ചിട്ട് ഇടുന്ന ഒരു ഇതല്ല. ലൈക്ക് കമ്പയറിങ് ടു +1 ഇതൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയുക ഒരുപാട് ലിബറലാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് പിടിച്ചിട്ടുള്ള പരീക്ഷയല്ല. നമ്മളിപ്പോൾ എന്താ പറയുക എഴുതിയതിനുള്ള മാർക്ക് കിട്ടും. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് മാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് കിട്ടേണ്ട മാർക്ക് അവിടെ എന്തായാലും ഇട്ട് തരും. ഒരുപാട് പിടിച്ചിട്ടൊന്നും ഇടില്ല. അപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. അതല്ല വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ബയോളജിക്കൽ ഇഷ്യൂ, പിന്നെ സയൻസ് സബ്ജക്റ്റിനുള്ള കൂടുതൽ ഇഷ്യൂ എന്നൊക്കെ പറയുന്നത് കൂടുതലും വൺ വേർഡ് ആൻസേഴ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് പറഞ്ഞാൽ ഒരുപാട് PYQ ചെയ്യാം. അതായത് നിങ്ങൾ ഒരുപാട് പാസേജ് ഒന്നും എഴുതിയിട്ട് കാര്യമില്ല. എന്താ പറയുക കറക്റ്റ് ആ പോയിൻ്റ് അവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതിപ്പോൾ ബയോളജിക്കായിക്കോട്ടെ, കെമിസ്ട്രിക്ക് ആയിക്കോട്ടെ, ഫിസിക്സിനൊക്കെ പിന്നെ പ്രോബ്ലംസ് വരുമ്പോൾ ആ സ്റ്റെപ്പിനുള്ള മാർക്കെങ്കിലും കിട്ടും. പക്ഷേ മറ്റേ രണ്ട് സബ്ജക്ട്സ് പ്രത്യേകിച്ച് ബയോളജിയൊക്കെ ആ ഒരു പോയിൻ്റ് അവിടെ വേണം, എന്നാലും അത് മാർക്ക് ഇട്ട് തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഇതുപോലെ PYQs ഒക്കെ ചെയ്ത് പഠിക്കുക. ആൻസർ കീ ഉൾപ്പെടെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്യണം കേട്ടോ. നല്ല കാര്യമുള്ള ആൻസർ കീ ഉൾപ്പെടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, റിയാക്ഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.